സ്ലൈഡ് കാണാമോ? സ്ലൈഡ്? കാണാം സർ. ഓക്കെ. നമ്മൾ ഇവിടെ വരെ എത്തിയത് സ്കെയിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഓൺ ദ സർഫസ് ഓഫ് ദ ഏരിയൽ സ്റ്റെം അല്ലേ? അതെ സർ. So on the axils of these appendages there are some reproductive structures which are trilocular. Trilocular means we can see three locules or three spaces inside where the spores developed. They are known as the sporangia. Sporangia എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, സ്പൊറാഞ്ചിയം ആണ് സിംഗുലർ. അപ്പോൾ ശ്രദ്ധിക്കണം, എഴുതുമ്പോൾ എ സ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ദ സ്പൊറാഞ്ചിയ ആർ എന്ന രീതിയിൽ വേണം എഴുതാൻ, ശ്രദ്ധിച്ചോ. അപ്പോൾ എന്തായാലും 3 സ്പൊറാഞ്ചിയം ചേർന്ന് ഉള്ള ഒരു സ്ട്രക്ചറാണ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറായിട്ട് ഡെവലപ്പ് ചെയ്യുക. അത് ഈ അപ്പൻഡേജസിൻ്റെ ആക്സിൽസിലായിട്ടായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റീപ്രൊഡക്ഷനിലേക്ക് കിടക്കാം. റീപ്രൊഡക്ഷൻ 2 തരത്തിലുണ്ട്. Asexual reproduction by gemme and sexual spores which are formed on the synangium. So coming to the reproduction in Xylotum, the Xylotum reproduces both by vegetative means as well as by spores. Vegetative reproduction ആണ് ജെമ്മെ എന്ന് പറയുന്നത്, സ്പോറോഫൈറ്റ് ആസ് വെൽ ആസ് ഗാമറ്റോഫൈറ്റ്. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നിങ്ങൾക്കറിയാം, സൈലോട്ടത്തിൽ വളരെ കൃത്യമായി ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നടക്കുന്നുണ്ട്. ടെറിഡോഫൈറ്റ്സിൽ നമുക്ക് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ വളരെ വ്യക്തമായി കാണാൻ പറ്റും. ആൽഗയിൽ നമ്മൾ പഠിച്ചിരുന്നു. ആൽഗയിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ്റെ ഒരു എവല്യൂഷൻ നമ്മൾ പഠിച്ചത് ഓർക്കുക. അതിൻ്റെ തുടർച്ചയായിട്ട് ബ്രയോഫൈറ്റിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ടെറിഡോഫൈറ്റിൽ വരുമ്പോഴത്തേക്ക് വളരെ കൃത്യമായി നമുക്ക് ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ്റെയും സ്പോറോഫൈറ്റിക് ജനറേഷൻ്റെയും ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ സൈലോട്ടത്തിലും ഒരു ഗാമറ്റോഫൈറ്റിക് ജനറേഷനും ഉണ്ട്, സ്പോറോഫൈറ്റിക് ജനറേഷനും ഉണ്ട്. നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ടത് ഒരു സ്പോറോഫൈറ്റിൻ്റെ സ്ട്രക്ചറാണ്. സ്പോറോഫൈറ്റ് ആണ് ഇവിടെ ഡോമിനൻ്റ് ജനറേഷൻ. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ആൽഗയിൽ നമുക്ക് 2 ടൈപ്പ് ജനറേഷനും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ചിലതിൽ സ്പോറോഫൈറ്റ് ആണ് ഡോമിനൻ്റ്, ചിലതിൽ ഗാമറ്റോഫൈറ്റ് ആണ് ഡോമിനൻ്റ്. ബ്രയോഫൈറ്റിൽ നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കും, ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ ആണ് അവിടെ ഡോമിനൻ്റ്. സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ഗാമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഗ്രോ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. ഗാമറ്റോഫൈറ്റിൻ്റെ മുകളിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് ഗാമറ്റോഫൈറ്റിനെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്ത് ഗാമറ്റോഫൈറ്റിൽ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്ത് ഗ്രോ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് സ്പോറോഫൈറ്റ്. നിങ്ങൾ ഫ്യൂണേറിയ ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും, എൻറ്റയർ സ്ട്രക്ചർ ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ദ ഗാമറ്റോഫൈറ്റ്. അത് കഴിഞ്ഞിട്ട് ഫേൺസിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ടെറിഡോഫൈറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവിടെ ഡോമിനൻ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് നിൽക്കുന്നത് സ്പോറോഫൈറ്റിക് ജനറേഷനാണ്. ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ അത്ര പ്രോമിനൻ്റ് അല്ല എന്നേ ഉള്ളൂ. പ്രോമിനൻ്റ് അല്ല എന്ന് പറയുന്നത് നമുക്ക് വിസിബിൾ ആവുന്നില്ല പലപ്പോഴും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ്, ഈക്വലി ഇൻഡിപെൻഡൻറ്റ്. ദേ ക്യാൻ ഗ്രോ ബൈ ദെയർ ഓൺ, ദേ ആർ നോട്ട് ഡിപ്പെൻഡൻറ്റ് ടു ഈച്ച് അതർ എന്ന രീതിയിൽ വളരുന്ന സ്പോറോഫൈറ്റും ഗാമറ്റോഫൈറ്റും നമുക്ക് കാണാം. ഗാമറ്റോഫൈറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. സ്പോറോഫൈറ്റിൻ്റെ സ്ട്രക്ചറാണ് ഇത്രയും നേരം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഈ സ്പോറോഫൈറ്റിലാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന റീപ്രൊഡക്റ്റീവ് മെത്തേഡ്. അത് കഴിഞ്ഞിട്ട് ഗാമറ്റോഫൈറ്റിലേക്ക് നമ്മൾ എത്തും. ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ സ്പോറോഫൈറ്റ് ആയാലും ഗാമറ്റോഫൈറ്റ് ആയാലും
അവിടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഉണ്ട്, റീപ്രൊഡക്ഷൻ ഉണ്ട്. അത് നടക്കുന്നത് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് വഴിയാണ്. അതിന് പറയുന്ന പേര് ജെമ്മെ എന്നാണ്. GEMMAE, ജെമ്മെ. അതും പ്ലൂറലാണ്. സിംഗുലർ ആയിട്ട് താഴെ ആ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം, ജെമ്മ എന്നാണ് പറയുക. ഗമ്മെ എന്നും ചിലർ പറയാറുണ്ട്. രണ്ടും തെറ്റല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. രണ്ട് പ്രൊനൗൺസിയേഷൻ ഉപയോഗിക്കാം. എന്തായാലും ഈ ജെമ്മെ ഡെവലപ്പ് ചെയ്യുന്നത് സ്പോറോഫൈറ്റിന്റെ സർഫസിലാണ്. ദേ ആർ സ്മോൾ മൾട്ടിസെല്ലുലാർ ആൻഡ് ഓവൽ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് developing on the rhizome of the sporophyte or prothallus of the gametophyte എന്നാണ് പറയുക. ആ വാക്ക് സെന്റൻസ് അതുപോലെ തന്നെ ഓർത്ത് വെച്ചോളുക. സ്പോറോഫൈറ്റ് ആണെങ്കിൽ സ്പോറോഫൈറ്റിന്റെ റൈസോമിന്റെ സർഫസിൽ, റൈസോം നമുക്കറിയാം, സ്റ്റെം രണ്ട് തരത്തിലുണ്ട്. ഏരിയൽ സ്റ്റെം വിച്ച് ഈസ് ഗ്രീൻ ഇൻ കളർ ആൻഡ് എ പോർഷൻ ഓഫ് ദ സ്റ്റെം വിച്ച് ഈസ് ബിനീത്ത് ദ സോയിൽ ഈസ് നോൺ ആസ് ദ റൈസോം. നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. റൈസോമിന്റെ അനാട്ടമി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ റൈസോമിന്റെ സർഫസിൽ ഫോം ചെയ്യുന്ന ഓവൽ ഷേപ്ഡ് മൾട്ടി സെല്ലുലാർ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ജെമ്മെ എന്ന് പറയുന്നത്. അതേസമയം ഗാമറ്റോഫൈറ്റിലാണെങ്കിൽ ആ ഗാമറ്റോഫൈറ്റിക് സ്ട്രക്ചർ നമ്മൾ പറയുന്ന പേര് പ്രോത്താലസ് എന്നാണ്. ഈ പ്രോത്താലസിന്റെ സർഫസിൽ നമുക്ക് ഈ ജെമ്മെ ഡെവലപ്പ് ചെയ്യുന്നത് കാണാം. ഇത് ഒരു മൾട്ടി സെല്ലുലാർ സ്ട്രക്ചറാണ്, വളരെ ചെറുതാണ്. ഒരു നമ്മുടെ ബൾബിൽ പോലെയോ ഒക്കെ സങ്കല്പിക്കാവുന്ന ഒരു മുളച്ച് കിളിക്കുന്ന ഒരു സ്ട്രക്ചർ എന്ന് മാത്രം കരുതിയാൽ മതി. ഈ ജെമ്മെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് അതിൻ്റെ റൈസോമിൽ നിന്നായാലും അല്ലെങ്കിൽ പ്രോത്താലസിൽ നിന്നായാലും വേർപെടുകയും കിളിർത്ത് വരികയും ചെയ്യും. മണ്ണിൽ കിടന്ന് കിളിർത്ത് വരികയും ചെയ്യും. ചിലപ്പോൾ ആ റൈസോമിനെ അറ്റാച്ച് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ ഇത് പൊട്ടിക്കിളിച്ച് വരും. അപ്പോൾ നമുക്ക് ഒരു സൈലോട്ടത്തിൻ്റെ ചുവട്ടിൽ മറ്റൊരെണ്ണം കൂടെ, ഒരു ബ്രാഞ്ച് അടിയിൽ നിന്ന് വളർന്നു വരുന്നത് പോലെ നമുക്ക് തോന്നത്തേ ഉള്ളൂ. ആക്ച്വലി അത് ഈ ജെമ്മെ ഡെവലപ്പ് ചെയ്തിട്ട് അത് ജെർമിനേറ്റ് ചെയ്ത് ഗ്രോ ചെയ്ത് വരുന്നതാണ്. മിക്കവാറും ഫേൺസിലൊക്കെ അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെത്തേഡാണ് ജെമ്മെ കപ്സ്. അപ്പോൾ നമ്മളത് സ്വാഭാവികമാണ്. ആഫ്റ്റർ ഡിറ്റാച്ച്മെന്റ് ഫ്രം ദ പേരന്റ് ബോഡി, ദ ഗെമ്മെ ഓഫ് സ്പോറോഫൈറ്റ് മേ ജെർമിനേറ്റ് ടു ഫോം subterranean shoot, while gemme of prothallus on germination form a new prothallus. അതായത് ഏതാണോ അത് ഡെവലപ്പ് ചെയ്തത്, എവിടെ നിന്നാണോ ഡെവലപ്പ് ചെയ്തത് അതേ പ്ലോയിഡി, കാര്യം യാതൊരു വ്യത്യാസവും വരുന്നില്ല അതിൻ്റെ പ്ലോയിഡി ക്രോമസോം നമ്പറിൽ വരും. കാരണം വെജിറ്റേറ്റീവ് സ്ട്രക്ചറാണ്, ഒരു വെജിറ്റേറ്റീവ് ഓർഗണിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. അത് ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതേ തരത്തിലുള്ളൊരു പ്ലാന്റ്, സ്പോറോഫൈറ്റിൽ നിന്നാണെങ്കിൽ സ്പോറോഫൈറ്റ്, ഗാമറ്റോഫൈറ്റിൽ നിന്നാണെങ്കിൽ ഗാമറ്റോഫൈറ്റ് ഗ്രോ ചെയ്ത് വരും. ഇതാണ് ജെമ്മ എന്ന് പറയുന്നത്. ചോദിക്കാവുന്നതാണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ സൈലോട്ടം ഈസ് ബൈ, ഒറ്റ വാക്ക് നമുക്ക് ഉത്തരം ജെമ്മെ. ജെമ്മെ ആർ ഫോംഡ് ഓൺ ദ സർഫസ് ഓഫ് റൈസോം ഇൻ സ്പോറോഫൈറ്റ് ആൻഡ് സർഫസ് ഓഫ് പ്രോത്താലസ് ഇൻ ഗാമറ്റോഫൈറ്റ്. അടുത്ത രീതിയാണ് നമ്മൾ പറഞ്ഞ സ്പോർട്സിന്റെ ഡെവലപ്മെന്റ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും പറയും. സ്പോറോഫൈറ്റ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത പ്ലാന്റ്. അതിൽ നിന്നുണ്ടാകുന്നത് സ്പോർട്സ് ആയിരിക്കും. ആ സ്പോർട്സ് ജെർമിനേറ്റ് ചെയ്ത് ഉണ്ടാകുന്നതാണ് ഗാമറ്റോഫൈറ്റ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇത് സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ സെക്ഷൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട സ്പോർ ആണെങ്കിലും സെക്ഷൽ ഫ്യൂഷൻ നടക്കുന്നത് ഇവിടെയല്ല, അടുത്ത ജനറേഷന്റെ അവസാനമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഈ സ്പൊറാഞ്ചിയത്തിൻ്റെ, സ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞാൽ ട്രൈലോക്കുലാർ ആയിട്ടുള്ള ആ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെ, അതിനകത്ത് സ്പോർട്സ് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെ, സ്പോർട്സിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, അതിലെന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ് ഓർക്കുക. ആ സ്പോർട്സ് ജെർമിനേറ്റ് ചെയ്ത് ഉണ്ടാകുന്നതാണ് അടുത്ത ജനറേഷൻ ആയിട്ടുള്ള ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ. ഈ പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. സോ ഈ ഏരിയൽ സ്റ്റെമ്മിന്റെ സർഫസിൽ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ഉള്ള ഗ്രീൻ കളറുള്ള സൈലോട്ടത്തിന്റെ സ്പോറോഫൈറ്റിന്റെ സ്കെയിൽ ലൈക്ക് അപ്പൻഡേജസിന്റെ ആക്സിലായിട്ട് നമുക്ക് ഫെർട്ടൈൽ ബ്രാഞ്ചസ് എന്ന് പറയുന്ന ബ്രാഞ്ചസ് ഡെവലപ്പ് ചെയ്യും.
അതായത് വെജിറ്റേറ്റീവായിട്ട് വളരേണ്ടിയിരുന്ന ഒരു റീജിയനാണ് അത് എന്ന് നമുക്ക് മനസ്സിലാവും. അവിടെയാണ് ഈ ട്രൈലോക്കുലാർ സ്പൊറാഞ്ചിയ ഡെവലപ്പ് ചെയ്തത്. അതിന് നമ്മൾ സ്പെഷ്യലായിട്ട് വിളിക്കുന്ന പേര് സൈനാൻജിയ എന്നാണ്. ആ പേര് ഓർത്തിരിക്കുക, കാരണം സൈലോട്ടത്തിൽ മാത്രമേ ആ പേര് നമ്മൾ വിളിക്കുന്നുള്ളൂ. ഈ ട്രൈലോക്കുലാർ സ്ട്രക്ചറും ടെറിഡോഫൈറ്റിൻ്റെയോ ബ്രയോഫൈറ്റിൻ്റെയോ മറ്റൊരിടത്തും നമ്മൾ ഇവിടെ പഠിക്കുന്നില്ല. നമുക്ക് പഠിക്കാനുള്ളതിൽ സൈലോട്ടത്തിൽ മാത്രമാണ് ഈ വാക്കുള്ളത്. അപ്പോൾ ദ സ്പൊറാഞ്ചിയ ഇൻ സൈലോട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പല പേരുകൾ എഴുതിയാലും ശരിയാണെന്ന് തോന്നാം, പക്ഷെ ഓർത്തിരിക്കേണ്ട പേര് സൈനാൻജിയ അല്ലെങ്കിൽ സൈനാൻജിയം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ദ മെച്യൂർ സൈനാൻജിയം ഈസ് എ 3 ലോബ്ഡ് സ്ട്രക്ചർ. 3 ലോബ്സ് ഉണ്ടാവും. ഈ ഓരോ ലോബിനകത്തും ഓരോ സ്പൊറാഞ്ചിയം ഉണ്ടാവും. ആക്ച്വലി ഈ ഓരോ ലോബും ഓരോ സ്പൊറാഞ്ചിയമാണ്. ആ സ്പൊറാഞ്ചിയം 3 എണ്ണം ഒരുമിച്ച് ചേർന്ന ഒരു സൈനാൻജിയം ആയിരിക്കുന്നതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൊറാഞ്ചിയത്തിനകത്ത് 3 ലോബ്സ്, 3 അറകൾ ഉണ്ടായതാണ് എന്ന് വേണമെങ്കിലും പറയാം. ഈ 2 തരത്തിലുള്ള അഭിപ്രായമുണ്ട്. നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, സ്ട്രക്ചർ മാത്രമാണ് നോക്കുന്നത്. എന്തായാലും 3 സ്പൊറാഞ്ചിയങ്ങളുള്ള ഒരു ട്രൈലോക്കുലാർ സ്ട്രക്ചർ. ലളിതമായൊരു ഉദാഹരണം പറഞ്ഞാൽ, കണ്ടിട്ടുള്ളൊരു ഉദാഹരണം പറഞ്ഞാൽ റബ്ബറിൻ്റെ ആലോചിച്ച് നോക്കുക. 3 ട്രൈലോക്കുലാർ സ്ട്രക്ചർ ആയിട്ടിരിക്കുന്ന അതേ ഷേപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നിനും താരതമ്യമില്ല. ഏകദേശം ആ ഷേപ്പിലിരിക്കുന്നതാണ്. നമുക്ക് കാണാം, സെക്ഷൻ നമുക്ക് ലാബിൽ പ്രാക്ടിക്കലിൻ്റെ സമയത്ത് കാണാം. ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് സൈനാൻജിയം. ഈ സൈനാൻജിയത്തിനകത്ത് 3 അറകൾ കാണാം. ഈ 3 അറകളും ഓരോ സ്പൊറാഞ്ചിയമാണ്. ആ സ്പൊറാഞ്ചിയത്തിനകത്ത് നിരവധി സ്പോർസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ട്രൈലോക്കുലാർ ആയിട്ടുള്ള സ്പൊറാഞ്ചിയമാണ് സൈനാൻജിയം. ഈ സൈനാൻജിയം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഷോർട്ടായിട്ടുള്ള ബ്രാഞ്ചസ്, ഫെർട്ടൈൽ ബ്രാഞ്ചസ് എന്ന് വിളിക്കാവുന്ന ബ്രാഞ്ചസ് ആണ്. അത് ഡെവലപ്പ് ചെയ്യുന്നത് സ്കെയിൽ ലീവ്സിൻ്റെ അല്ലെങ്കിൽ അപ്പൻഡേജസിൻ്റെ ആക്സിൽസിലാണ്. പോളിയാർ അപ്പൻഡേജ് നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ ആക്സിൽസാണ്. ഈ മെച്യൂരിറ്റി എത്തുമ്പോൾ ഈ സ്പൊറാഞ്ചിയം അല്ലെങ്കിൽ സൈനാൻജിയം ഡിഹൈസ് ചെയ്ത് അതിനകത്തുള്ള സ്പോർട്സിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്പൊറാഞ്ചിയം എങ്ങനെ ഡെവലപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിശദമായിട്ട് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ മതി. എങ്കിലും നമുക്ക് ഒരു വാക്ക് ഓർത്തിരിക്കണം, ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൈനാൻജിയം ഓർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പൊറാഞ്ചിയം ഇൻ സൈലോട്ടം. ദ കോമൺ സ്പീഷീസ് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു സൈലോട്ടം ന്യൂഡം എന്നുള്ളതാണ്. ഇൻ സൈലോട്ടം ന്യൂഡം ഇറ്റ് ഈസ് യൂസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പ്. ഈ ഒരു വാക്ക് മറക്കരുത്, കാരണം 2 തരത്തിലുള്ള സ്പൊറാഞ്ചിയം നമുക്ക് ടെറിഡോഫൈറ്റ്സിൽ കാണാൻ പറ്റും. ഒരു ടൈപ്പിന് നമ്മൾ യൂസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പ്, ഇവിടെ കാണുന്നത് ഇറ്റ് ഈസ് യൂസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പ്. അനദർ ടൈപ്പ് ഈസ് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പ്, LEPTO സ്പൊറാഞ്ചിയേറ്റ്. അത് നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. എങ്കിലും വ്യത്യാസം എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കുക. യൂസ്പൊറാഞ്ചിയേറ്റ് എന്ന് വെച്ചാൽ ഈ സ്പൊറാഞ്ചിയം ഡെവലപ്പ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റെമ്മിൻ്റെ സർഫസിലുള്ള സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള നിരവധി സെൽസിൽ നിന്നാണ്. ഒരു സെല്ലല്ല, മെനി സെൽസ് ആർ ഇൻവോൾവ് ഫ്രം ദ ബിഗിനിങ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ദിസ് സ്പൊറാഞ്ചിയം. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് യൂസ്പൊറാഞ്ചിയേറ്റ്. ട്രൂ സ്പൊറാഞ്ചിയം എന്നാണ് അർത്ഥം. സ്പൊറാഞ്ചിയം ഡെവലപ്പ് ചെയ്യുന്നത് ഒരു സെല്ലിൽ നിന്നായിരിക്കില്ല, ഒരു കൂട്ടം സെല്ലിൽ നിന്ന് ഗ്രോ ചെയ്ത് സ്പൊറാഞ്ചിയമായിട്ട് മാറുന്നതുകൊണ്ടാണ് യൂസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ സെല്ലിൽ നിന്നായിരിക്കും ഈ എൻറ്റയർ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഇനിഷ്യൽ സെൽ എന്ന് പറയാവുന്ന ഒരു സെൽ അവിടെ ഉണ്ടാവും. വിശദമായിട്ട് നമുക്ക് അതിൻ്റെ ടൈപ്പ് പഠിക്കുമ്പോൾ അത്തരം സ്പൊറാഞ്ചിയകളുടെ ടൈപ്പ് പഠിക്കുമ്പോൾ വിശദമായിട്ട് മനസ്സിലാക്കാം. ഓർത്തിരിക്കുക, സൈലോട്ടം ന്യൂഡം, the സൈനാൻജിയം or sporangium is യൂസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പ്. അപ്പോൾ ഈ നമ്മൾ കണ്ടു, the sporangial wall of 4 or 5 layers is produced through repeated periclinal and anticlinal divisions of this primary wall initials. Primary wall initialsന്റെ നിരവധി ഡിവിഷൻസ് വഴിയാണ് ഈ വാൾ ലെയേഴ്സ് ഫോം ചെയ്തത്, ഈ സൈനാൻജിയത്തിൻ്റെ വാൾ ലെയേഴ്സ് ഫോം ചെയ്തത്. അപ്പോൾ നിരവധി ഇനിഷ്യൽസ് എന്ന് പറഞ്ഞത് ആണ് നമ്മൾ ഈ യൂസ്പൊറാഞ്ചിയേറ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. അവിടെയുള്ള പെരിഫറലായിട്ടുള്ള നിരവധി സെൽസ് ഒരുമിച്ച് ഡിവൈഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന് 4-5 ഡിവിഷൻ നടന്നിട്ട്
അതിൻ്റെ വാൾ ലെയേഴ്സ് അത് ആ ഭാഗത്ത് നിന്ന് പൊങ്ങി വരുമല്ലോ, പൊങ്ങി വന്നിട്ട് ഡിവിഷൻ നടക്കുന്നു. അങ്ങനെ അതിൻ്റെ വാൾ ലെയർ ഫോം ചെയ്യുന്നു. ഇനി ഈ വാളിനകത്താണ് സ്പോറോജിനസ് ടിഷ്യൂ, അതായത് സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടിഷ്യൂ വരുന്നത്. ദ സ്പോറോജിനസ് ടിഷ്യൂ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ഇന്നർ ലെയേഴ്സ് ബൈ ദ റിപ്പീറ്റഡ് ഡിവിഷൻ ഓഫ് സ്പോറോജിനസ് സെൽസ് ഇൻ വേരിയസ് പ്ലെയിൻസ്. അതായത് ഈ വാൾ ലെയേഴ്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തു നിന്നുള്ള ലെയറിലെ സെൽസ് പല പ്ലെയിനിൽ, അല്ലെ, ആൻറ്റിക്ലൈനിൽ, പെരിക്ലൈനിൽ, കൂടാതെ ഏത് ആംഗിളിൽ വേണമെങ്കിലും ഡിവൈഡ് ചെയ്തിട്ട് ഒരു മാസ് ഓഫ് സെൽസ് ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ സ്പോറോജീനസ് സെൽസ് എന്ന് പറയുന്നത്. സ്പോറോജീനസ് സെൽസ് മീൻസ് ദ സെൽസ് ഗിവിംഗ് റൈസ് ടു ദ സ്പോർസ്. ഏത് സെല്ലിൽ നിന്നാണോ സ്പോർ ഉണ്ടാകുന്നത് അതിനെയാണ് നമ്മൾ സ്പോറോജീനസ് സെൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് തരം സെൽസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദ സെൽസ് ഓഫ് ദ വാൾ ലെയേഴ്സ് ആൻഡ് ദ സെൽസ് ഓഫ് ദ സ്പോറോജീനസ് ടിഷ്യൂ. ഈ വാൾ ലെയേഴ്സിനകത്തായിട്ടാണ് സ്പോറോജീനസ് സെൽസ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം നോക്കിയാൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ പറഞ്ഞ സ്റ്റെമ്മിൻ്റെ ഒരു സ്മോൾ അപ്പൻഡേജ്, ഒരു ചെറിയ ഷോർട്ട് ബ്രാഞ്ച് പോലെ സ്ട്രക്ചർ വരുന്നു. അതിൻ്റെ മുകളിലാണ് ഈ സ്പൊറാഞ്ചിയം ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്. അത് വലുതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്പൊറാഞ്ചിയം 3 ലോബുള്ള ഒരു സൈനാഞ്ചിയമായിട്ടാണ് നമ്മൾ കാണുക. ഫെർട്ടൈൽ ആക്സിസ് ബെയറിംഗ് സ്പൊറാഞ്ചിയ എന്നാണ് നമ്മൾ പറയുക. അതിൻ്റെ സെക്ഷൻ എടുത്ത് നമുക്ക് കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് നമ്മൾ ട്രൈ ലോബ്ഡ് എന്നൊക്കെ പറഞ്ഞത്. 3 സ്പൊറാഞ്ചിയം കാണാം. ഇങ്ങനെയാണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ. ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്താൽ നമുക്കിങ്ങനെ ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 എണ്ണവും കാണാൻ പറ്റും. അവിടെ ഒരു ഔട്ടർ വാൾ ലെയർ ഉണ്ട്, അതിനകത്തേക്ക് നിരവധി വാൾ ലെയേഴ്സ് ഉണ്ട്. ഇതാണ് സ്പൊറാഞ്ചിയം. ഇതിനകത്താണ് സ്പോർട്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യുന്ന മാസൽ സെൽസിനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ 3 സ്പൊറാഞ്ചിയം കാണാം. 3 സ്പൊറാഞ്ചിയത്തിനകത്തും നിരവധി സ്പോർട്സും കാണാം. അതിൻ്റെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനാണ് ഇതെന്ന് പറയാം. അപ്പോൾ നമുക്ക് 3 ലെയറുള്ള ഇതുപോലെ 3 എണ്ണമുള്ള ഒരെണ്ണത്തിൻ്റെ സെക്ഷൻ എടുത്താൽ എങ്ങനെ ഇരിക്കുന്നു ഊഹിക്കാനേ ഉള്ളൂ. ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് 2 എണ്ണം കാണാൻ പറ്റും, ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നതിന് 2 എണ്ണം കാണാം, ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നതിന് 2 എണ്ണം കാണാം, 3 എണ്ണം ഒരുമിച്ച് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നോക്കുക, ഈ 2 എണ്ണം ഇവിടെ ഒരു സെക്ഷൻ എടുത്ത് കഴിയുമ്പോൾ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്തെ വശത്ത് ഒരെണ്ണം കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡൽ സെക്ഷൻ എടുത്താലും നമുക്ക് വാൾ ലെയേഴ്സ് കാണാം, അതിൻ്റെ മുകളിലൊരു ചെറിയ അപ്പൻഡേജ് കാണാം, അകത്തായിട്ട് സ്പോറോജീനസ് സെൽസ്, സ്പോർട്സ് ഡെവലപ്പ് ചെയ്യുന്ന സെൽസും കാണാം. അപ്പോൾ ഒരു യങ് സ്പൊറാഞ്ചിയത്തിൻ്റെ LS ആണ് ഇത്. ഒരു കുറച്ചുകൂടെ മെച്ചുവറായ ഒരു സ്പൊറാഞ്ചിയത്തിൻ്റെ TS അഥവാ ട്രാൻസ്വേഴ്സ് സെക്ഷനാണ് ഇത് എന്ന് നമുക്ക് കാണാം. ഇതാണ് അതിൻ്റെ ഷേപ്പ്. അപ്പോൾ ഈ സ്പോറോജിനസ് ടിഷ്യൂ വീണ്ടും ഡെവലപ്പ് ചെയ്യുന്നു, gives rise to spore mother cells and numerous spores are produced as a result of meiosis of the spore mother cells. ഈ ഒരു സെൻറ്റൻസ് വളരെ ശ്രദ്ധയോടെ കാണേണ്ടതാണ്. കാര്യം ഇത്രയേ ഉള്ളൂ, ഈ സ്പോറോജിനസ് സെല്ല് ലാസ്റ്റ് പല ഡിവിഷൻസ് നടന്നാണ് സ്പോറോജിനസ് സെൽസ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പോറോജിനസ് ടിഷ്യൂ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഏത് ഘട്ടത്തിൽ വെച്ചാണോ സെല്ലിന് മിയോസിസ് നടക്കുന്നത്, മിയോസിസ് നിങ്ങൾക്കറിയാം റിഡക്ഷൻ ഡിവിഷനാണ്, ക്രോമസോം നമ്പർ പകുതിയാകുന്ന ഡിവിഷനാണ്. ഏത് സ്റ്റേജിൽ വെച്ചാണോ ഈ ക്രോമസോം നമ്പർ പകുതിയാകുന്നത്, ഏത് സ്റ്റേജിൽ വെച്ചാണോ സെല്ല് മിയോസിസിലേക്ക് കിടക്കുന്നത്, മൈറ്റോസിസ് ഡിവിഷൻ നടന്ന് ഒത്തിരി സെല്ലുണ്ടായി, അടുത്ത ഡിവിഷൻ മിയോസിസ് ആണെങ്കിൽ ആ സെല്ലിനെയാണ് നമ്മൾ എപ്പോഴും മദർ സെൽ എന്ന് വിളിക്കുക. നിങ്ങൾ എംബ്രിയോളജി ഫസ്റ്റ് സെമസ്റ്റർ പഠിച്ചപ്പോഴും മദർ സെൽ കേട്ടിട്ടുണ്ടാവും. ഫീമെയിൽ എഗ് ഫോം ചെയ്യുന്ന സമയത്തും പോളൻ ഗ്രെയിൻ്റെ ഡെവലപ്മെൻറ്റിലും ഒക്കെ നിങ്ങൾ മദർ സെൽ എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും. എപ്പോഴാണ് ഒരു സെല്ലിനെ മദർ സെൽ എന്ന് വിളിക്കുന്നത്? എല്ലാ സെല്ലും ഒന്നിൽ നിന്ന് ഡിവൈഡ് ചെയ്താണല്ലോ അടുത്ത സെൽ ഉണ്ടാകുന്നത്. പക്ഷെ ഓർക്കുക, ഏത് സ്റ്റേജിലാണോ ആ സെല്ല് മിയോസിസിലേക്ക് പോകുന്നത്, മിയോസിസ് നടക്കുന്ന സെല്ലിനെയാണ് നമ്മൾ മദർ സെൽ എന്ന് വിളിക്കുക. അപ്പോൾ ഓർത്തിരിക്കുക, ഇവിടെ this sporogenous tissue gives rise to spore mother cells which undergo meiosis, and this meiosis leads to the formation of haploid spores. meiosis നടന്നാൽ റിഡക്ഷൻ നടക്കും, പിന്നെ ഉണ്ടാകുന്ന സെല്ല് ഹാപ്ലോയിഡ് ആയിരിക്കും. ആ ഹാപ്ലോയിഡ് സെൽസ് ആണ് പിന്നീട് സ്പോർട്സ് ആയിട്ട് മെറ്റമോർഫോസ് ചെയ്യുന്നത്. The spores are of equal size and shape. ആ സ്പോർട്സിന് സൈസിലോ ഷേപ്പിലോ വ്യത്യാസമൊന്നുമില്ല. എല്ലാ സ്പോർട്സും ഒരുപോലെയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെറ്ററോസ്പോറി എന്നൊരു ഫിനോമിന നമുക്ക്
ഇനി വരുന്ന ഫേൺസ് അല്ലെങ്കിൽ ടെറിഡോഫൈറ്റ്സ് പഠിക്കുമ്പോൾ കാണും. അങ്ങനെ ഒരു സമ്പ്രദായം, അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഹോമോസ്പോറസ് ആണ്. ദാറ്റ് മീൻസ് all the spores are equal in size and shape. If they are not equal, they are known as heterosporous. അത് നമുക്ക് അടുത്ത ടൈപ്പ് പഠിക്കാം. They are bilaterally symmetrical because it is a pear-shaped structure or kidney-shaped structure. So there is not complete radial symmetry. They are bilaterally symmetrical. They can be divided into two equal halves, only one plane. So it is known as bilaterally symmetrical. They are colorless. There is no color for the spores, but it is kidney shaped, pear shaped എന്നൊക്കെ നമുക്ക് പറയാം. Kidney shaped ആണ്. And in the one side where a concave portion നമുക്ക് പറയാം അല്ലെ, കിഡ്നി ഷേപ്പ് ആണെങ്കിൽ അകത്തോട്ട് വളർന്നിരിക്കുന്ന പോർഷൻ ഉണ്ടാവും. There we can see a small aperture or monolith aperture through which the germination takes place. So this is the structure of the spore. So next is the these are the so this spores get separated from the sporangium and germinate in the soil, and an underground structure is developed which is known as the gametophyte. ഓർത്തിരിക്കുക, ഈ സ്പോർ ജെർമിനേറ്റ് ചെയ്താൽ സ്പോർ റിലീസ് ചെയ്യപ്പെടുന്നു. റിലീസ് ചെയ്യപ്പെട്ടതിന് ശേഷം പറയാമല്ലോ ഒരു അപ്പർച്ചർ വഴി ആരാണ് somebody yes. Have you seen somebody is waiting? എനിക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, യെസ്. അപ്പോൾ ഈ സ്പോർസ് മണ്ണിനടിയിൽ കിടന്ന് ജെർമിനേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് ഗാമറ്റോഫൈറ്റ്. ഗാമറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് ഹാപ്ലോയിഡ്. Haploid because the spores developed are from a spore mother cell which had undergone meiosis. അപ്പോൾ സ്പോറോഫൈറ്റ് റൈസോമിൻ്റെ പോലെ, സ്പോറോഫൈറ്റിൻ്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഗാമറ്റോഫൈറ്റിൻ്റെ ഫുൾ ബോഡി. ഇറ്റ് ഗ്രോസ് ആസ് സാപ്രോഫൈറ്റ് വിത്ത് ആൻ അസോസിയേറ്റഡ് ഫംഗസ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഗാമറ്റോഫൈറ്റ് നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ ദ സ്പോറോഫൈറ്റ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫോട്ടോസിന്തറ്റിക്. അതൊരു പ്രിമിറ്റീവ് നേച്ചറാണെന്ന് നമുക്ക് പറയാം. സൈലോട്ടത്തിൻ്റെ പ്രിമിറ്റീവ് ഫീച്ചേഴ്സിൽ ഒന്നാണ് ഈ നേച്ചർ. മറ്റ് ഫേൺസിൽ നമുക്ക് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫോട്ടോസിന്തറ്റിക് ആയിട്ട് ഗ്രോ ചെയ്യുന്നതായിട്ട് കാണാം. ഹിയർ ദ ഗാമറ്റോഫൈറ്റ് ഗ്രോ ആസ് എ സാപ്രോഫൈറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഡിപ്പെൻഡൻ്റ് ഓൺ ദ decaying food materials, and for this some fungi help the gametophyte. The spores germinate exosporically. The mature gametophyte are brown, cylindrical, subterranean, radially symmetrical and usually dichotomously branched. ഒരു ചേനയോ കുഞ്ഞൊരു ചേനയെ പറ്റി ആലോചിച്ചാൽ മതി. ഏകദേശം ആ ഷേപ്പിൽ എല്ലാ വശങ്ങളിലേക്കും വളരുന്ന, എന്നാൽ ലോബ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമുക്ക് ഈ ഗാമറ്റോഫൈറ്റ് എന്ന് പറയാം. കുറേ ഗ്രോ ചെയ്ത് കഴിയുമ്പോൾ ഈ റേഡിയലി സിമെട്രിക്കൽ നേച്ചർ മാറുകയും ഒരു ഇറഗുലർ ഷേപ്പ് ആവുകയും ചെയ്യും. ഈ ഗാമറ്റോഫൈറ്റിൻ്റെ സർഫസിൽ നമുക്ക് നിരവധി റൈസോയിഡ്സ് കാണാം. ദേ ആർ യൂണിസെല്ലുലാർ ആൻഡ് ബ്രൗണിഷ് വിച്ച് ഹെൽപ്പ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. ഫുഡ് എന്ന് തന്നെ പറയാം, കാരണം അത് മിനറൽസ് അല്ല അബ്സോർബ് ചെയ്യുന്നത്, ഫുഡ് തന്നെയാണ് അബ്സോർബ് ചെയ്യുന്നത്. സാപ്രോഫൈറ്റിക് ഗ്രോത്ത് ആണ്. പിന്നെ ഇതിൻ്റെ അപ്പെക്സിൽ മെരിസ്റ്റം കാണാം. അപ്പിക്കൽ മെരിസ്റ്റം വഴിയാണ് ഇത് ഗ്രോ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഇതാണ് ഞാൻ നേരത്തെ നോക്കി ആദ്യം ഡയഗ്രാം കാണിക്കാനത്. എന്തായാലും കൺഫ്യൂഷൻ വേണ്ട, ഇങ്ങനെയാണിത് ഗ്രോ ചെയ്യുക. ഈ ഒരു ഷേപ്പിലാണ് വളരുക. ഇതിൻ്റെ പുറത്ത് കാണുന്നത് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് ഈസ് ലിമിറ്റഡ് ടു ദീസ് ഗ്രോയിങ് ടിപ്സ് എന്ന് പറയാം. അതുകൊണ്ടാണ് പറയുക അപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട് എന്ന് പറയുന്നത്. അപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട്.
സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാം. ഈ ഭാഗത്തൊരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെയർ സെൽസ് കാണാം. അതിൻ്റെ സർഫസിൽ നമുക്ക് രണ്ട് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും കാണാം. വൺ ഈസ് നോൺ ആസ് ആർക്കിഗോണിയം, വിച്ച് ഈസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, ആൻഡ് അതർ ഈസ് ദ ആൻഥറീഡിയം, വിച്ച് ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ബോത്ത് ആർ ഡെവലപ്ഡ് ഓൺ ദ സർഫസ്. അതാണ് ഈ കാണുന്നത്. സർഫസിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണാം. And along with that, inside the cells, we can see some fungi growing, which help in the nutrition of the gametophyte, which is completely saprophytic. There is no photosynthesis in the gametophyte. So, ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാവുന്നത്, ഇതൊരു പ്രിമിറ്റീവ് ആണ് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ ഇവിടെ കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, in TS, the gametophyte reveals cutinized peripheral cells. നമ്മൾ കണ്ടു, which encloses many layered thin-walled parenchyma cells. അകത്ത് parenchyma cells ആണ്. Many of the internal parenchyma cells are filled with the hyphae of fungi. അത് നമ്മൾ കണ്ടു. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം, it has been observed that in the gametophyte of tetraploid xylotum nudum, tetraploid ആയിട്ടുള്ള xylotum nudumത്തിന്റെ gametophyte-നകത്ത് the center is occupied by xylem with annular or scalariform or reticulate tracheids. അതായത് ഗാമറ്റോഫൈറ്റിന്റെ സെന്ററിൽ നമുക്ക് സൈലത്തിന്റെ ഡെവലപ്ഡ് കാണാം, which is surrounded by phloem and an endodermis. That means a stele is present in the gametophyte. അപ്പോൾ നമുക്ക് പറയാം, the xylotum is the only plant in the plant kingdom where vascular tissues developed in the gametophytic generation. Gametophytic generationൽ എന്താണ് വാസ്കുലാർ ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്ലാന്റ് സൈലോട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാം. അതൊരു അഡ്വാൻസ്ഡ് ഫീച്ചർ അല്ലേ? അതോ ഒരു എവല്യൂഷനിലെ ഒരു സ്പെഷ്യൽ സ്റ്റേജ് ആണോ? ഹൈലി ഇവോൾവ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആയതുകൊണ്ടാണോ അങ്ങനെ കാണുന്നത്? ഇത് പല ഡിസ്കഷൻസിനും എവല്യൂഷനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സൈലോട്ടത്തിൻ്റെ ഫൈലോജനറ്റിക് പൊസിഷനെ പറ്റിയൊക്കെയുള്ള വളരെ വലിയ ഡിസ്കഷൻസിന് കാരണമാകുന്ന ഒരു ഫീച്ചറാണ്. എന്തായാലും നമ്മൾ നേരത്തെ കണ്ട പല ഫീച്ചേഴ്സിലും ഇത് പ്രിമിറ്റീവ് ആണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഇത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് നമുക്ക് കാണാം. ഇൻ ദ ഗാമറ്റോഫൈറ്റ് ഓഫ് സൈലോട്ടം ന്യൂഡം വിച്ച് ഈസ് ടെട്രാപ്ലോയിഡ്. അതിൻ്റെ ഉള്ളൂ, ഡിപ്ലോയിഡിൻ്റെ ഇല്ല എന്നുള്ളത് പ്രത്യേകത ഉണ്ട്. ടെട്രാപ്ലോയിഡ് സൈലോട്ടം ന്യൂഡത്തിൻ്റെ ഗാമറ്റോഫൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ വാസ്കുലാർ ടിഷ്യൂവിൻ്റെ ഡെവലപ്പ്, എസ്പെഷ്യലി ദ സൈലം വിത്ത് മെനി കൈൻഡ്സ് ഓഫ് ട്രക്കീഡ്സ് surrounded by phloem and endodermis we can see. So a developed stele can be seen. So this is the only plant species or plant type where the gametophyte develop vascular tissue. ഇനി എക്സ്റ്റേണൽ റിസംബ്ലൻസ് നോക്കിക്കഴിഞ്ഞാൽ, സ്പോറോഫൈറ്റുമായിട്ടുള്ള റിസംബ്ലൻസ് നോക്കിക്കഴിഞ്ഞാൽ, സ്പോറോഫൈറ്റിൻ്റെ അണ്ടർഗ്രൗണ്ട് പോർഷനുമായിട്ട് വളരെയേറെ സിമിലാരിറ്റി ഉള്ളതാണ് ഈ ഗാമറ്റോഫൈറ്റ് എന്ന് പറയാം. വാസ്കുലാർ ടിഷ്യൂ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ സിമിലാരിറ്റി വർദ്ധിക്കുകയും ചെയ്യുന്നു. സോ ഗാമറ്റോഫൈറ്റിന്റെ സ്ട്രക്ചർ ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ സർഫസിൽ ഡെവലപ്പ് ചെയ്യുന്ന സെക്സ് ഓർഗൻസിലേക്ക് പോകാം. ദ ഗാമറ്റോഫൈറ്റ്സ് ഓഫ് സൈലോട്ടം ആർ മൊണീഷ്യസ്. മൊണീഷ്യസ് മീൻസ് ബൈസെക്ഷൽ. ഓർത്തിരിക്കുക, നമ്മൾ ആൽഗെ പഠിച്ചപ്പോൾ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്താണ് ആ ഡെഫിനിഷൻ. Monoecious means both the sex organs are present in the same plant. That means for the sexual reproduction, single plant is enough. എന്നർത്ഥത്തിലാണ് monoecious എന്ന് പറയുന്നത്. സെയിം പ്ലാന്റ്, സിംഗിൾ പ്ലാന്റ് carrying both sex organs. മോണോ എന്ന് കേൾക്കുമ്പോൾ സിംഗിൾ സെക്സ് എന്ന് വിചാരിക്കരുത്. സിംഗിൾ പ്ലാന്റ് ക്യാരി ബോത്ത് ദ സെക്സ് ഓർഗൻസ് എന്നാണ് മൊണീഷ്യസ് എന്ന വാക്കിന്റെ അർത്ഥം. അതായത് ദേ ആർ ബൈസെക്ഷൽ, രണ്ട് സെക്സ് ഓർഗൻസ് അതിനകത്ത് കാണപ്പെടുന്നു. അല്ലെങ്കിൽ നമ്മൾ ഡൈഷ്യസ് എന്നാണ്, ഇത് ഓപ്പോസിറ്റ് ആയിട്ട് പറയുക, ഡൈഷ്യസ് എന്നാണ്. ഡൈഷ്യസ് മീൻസ് എ സിംഗിൾ പ്ലാന്റ് ക്യാരി ഓൺലി വൺ സെക്സ് ആൻഡ് another plant carry the other sex. So they are dioecious. So here it is monoecious. That means both the sex organs, male and female sex organs, are formed on the same plant, and the female sex organs are known as the archegonia and the male sex organs are known as the antheridia, which are developed on the surface of the
prothallus or the gametophyte. That is why they are described as superficial and scattered on the surface of gametophyte. ആ വാക്കുകളൊക്കെ കൃത്യമായിട്ട് എഴുതാൻ ശ്രമിക്കുക. They are developed on the gametophyte എന്ന് പറയുന്നേക്കാൾ they are scattered on the gametophyte. They are superficial on the gametophyte. Usually, antheridia are more in number. Antheridium develops from a single superficial cell. ഓർത്തിരിക്കുക, antheridial initial. പക്ഷേ ഇവിടെ ആന്ത്രീഡിയത്തിന്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലെപ്റ്റോസ്പൊറാൻജിയ, ഡിയൂസ്പൊറാൻജിയ എന്ന വാക്കുകളൊന്നും ഉപയോഗിക്കില്ല. ഓർത്തിരിക്കുക, ഇവിടെ ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് ഈ ആന്ത്രീഡിയം മുഴുവൻ ഡെവലപ്പ് ചെയ്യുന്നത്. സിമിലർ ആയ ഒരു സ്ട്രക്ചർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത കാര്യമൊന്നും മനസ്സിലാക്കാം. ഒരു ഗ്രൂപ്പ് ഓഫ് ഇനിഷ്യൽസിൽ നിന്നല്ല, എ സിംഗിൾ സെൽ, എ സിംഗിൾ സൂപ്പർഫിഷ്യൽ സെൽ ഡെവലപ്സ് ഇൻടു an antheridium. A periclinal division. What is meant by periclinal division? There are two main kinds of division based on the plane of division. One is periclinal division, means parallel to the surface, and anticlinal division, which is perpendicular to the surface. ഇവിടെ നമ്മൾ അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, പെരിക്ലൈനൽ ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ രണ്ട് ലെയർ ഓഫ് സെൽസ് ഉണ്ടാകും. ഒരു സെല്ല് ഇങ്ങനെ ഇരിക്കുന്നു, പെരിക്ലൈനൽ ഡിവിഷൻ നടക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു സെല്ല്, അകത്തെ ഒരു ലെയർ ഓഫ് സെല്ല്, അതിനാണ് നമ്മൾ പെരിക്ലൈനൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ആന്റിക്ലൈനൽ ഡിവിഷൻ എന്ന് വെച്ചാൽ ഇതാണ് സർഫസ്, ഇവിടെ ഒരു സെല്ല് ഇരിക്കുന്നു, ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ രണ്ട് സെൽസേ ഉണ്ടാകത്തുള്ളൂ. ലെയർ നോക്കിയാൽ ഒന്നേ കാണത്തുള്ളൂ, പക്ഷെ ആ ലെയറിന്റെ വലിപ്പം വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ കംപ്ലീറ്റ് ലെയർ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ഡയമീറ്റർ വർദ്ധിപ്പിക്കാൻ ഈ ആന്റിക്ലൈനൽ ഡിവിഷൻസ് സഹായിക്കും. അപ്പോൾ എന്തായാലും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, the initial cell, the single cell which give rise to antheridium, undergo a periclinal division first, and an outer layer of cell and inner layer of cell is formed. The outer layer is known as the jacket initial, and the inner cell is known as the primary androgonial cell. അപ്പോൾ ഒരു ഡിവിഷൻ നടക്കുന്നു, ഒരു ഔട്ടർ സെല്ലും ഒരു ഇന്നർ സെല്ലും ഉണ്ടാകുന്നു. ഔട്ടർ സെല്ലിന് നമ്മൾ ജാക്കറ്റ് ഇനിഷ്യൽ എന്ന് പറയുന്നു, ഇന്നർ സെല്ലിന് നമ്മൾ പ്രൈമറി ആൻഡ്രഗോണിയൽ സെൽ എന്ന് പറയുന്നു. ഡയഗ്രാം കാണാം നമുക്ക്. ഔട്ടർ ജാക്കറ്റ് ഇനിഷ്യൽ നിരവധി ഡിവിഷൻ ആന്റിക്ലൈനൽ ആയിട്ട് നടക്കുന്നു. ഓർത്തിരിക്കുക, നമ്മൾ പറയുന്നതാണ്, ഒരു ഡിവിഷൻ നടക്കുന്നു, രണ്ട് ലെയർ ഓഫ് സെൽസ് ഉണ്ടാകുന്നു. ഇതിൽ പുറത്തെ സെല്ല് ഇനി ആന്റിക്ലൈനൽ ഡിവിഷൻ ആയിരിക്കും നടക്കുക. അതായത് പുറത്തെ സെല്ലിന് ഇനി കൂടുതൽ ലെയർ ഉണ്ടാകത്തില്ല, മറിച്ച് ഈ രീതിയിൽ അതിൻ്റെ എണ്ണം കൂടുമ്പോൾ അത് വാൾ ലെയർ ആയിട്ട് വലിയ, ഈ അകത്തുള്ള സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് വലുതാകാൻ പറ്റുന്ന ഒരു സിംഗിൾ ലെയർ സെല്ലായിട്ട് മാറും. ദ inner primary androgonial cell divides in various planes and produces a mass of developing androgonial cell, the last generation of which are androcytes. ഈ അകത്തുള്ള പ്രൈമറി ആൻഡ്രഗോണിയൽ സെൽ എന്ന് പറഞ്ഞ സെല്ല് എല്ലാ പ്ലെയിനിലും ഡിവൈഡ് ചെയ്ത് ഈ ജാക്കറ്റ് ലെയറിനകത്ത് ഒരു മാസ് ഓഫ് സെൽസ് ഉണ്ടാകുന്നു. ആ മാസ് ഓഫ് സെൽസ് നിരവധി ഡിവിഷന് ശേഷം അവസാന ഘട്ടത്തിൽ അത് ആൻഡ്രോസൈറ്റ്സ് ആയിട്ട് മാറും. ഇങ്ങനെ ഇത്രയും ഗ്രോത്ത് നടന്നു കഴിഞ്ഞാൽ വി ക്യാൻ സീ ദ ആന്ത്രീഡിയം പ്രൊജക്ട്സ് above the surface of prothallus as a minute protuberance. Each androcyte eventually becomes a spirally coiled multiflagellate antherozoid. ഓർത്തിരിക്കുക, it is the sperm, it is the antherozoid which is spirally coiled multiflagellate. And this gametes or these antherozoids escape from the antheridium and swim towards the archegony. That is structure. So നമുക്ക് ഇങ്ങനെ കാണാം വിശദമായിട്ട്. നമ്മൾ ആദ്യം കണ്ടത്, മനസ്സിൽ സങ്കല്പിച്ചത് ഡയഗ്രത്തിൽ കണ്ടു നോക്കുക. ഒറ്റ സെല്ലാണ് അതിൻ്റെ സർഫസിലുള്ള ആന്ത്രീഡിയൽ ഇനിഷ്യലായിട്ട് മാറുന്നത്. ഇതാണ് ഇതിൻ്റെ മാർജിൻ അല്ലേ. ഈ സ്ട്രക്ചറിൻ്റെ സർഫസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ആ സർഫസിന് പാരലായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതാണ് പെരിക്ലൈനൽ ഡിവിഷൻ. ഒരു പെരിക്ലൈനൽ ഡിവിഷൻ നടക്കുന്നു, ഒരു ഔട്ടർ സെല്ലും ഉണ്ടാകുന്നു, ഒരു ഇന്നർ സെല്ലും ഉണ്ടാകുന്നു. അപ്പോൾ ഔട്ടർ സെല്ലിനെ നമ്മൾ ജാക്കറ്റ് ഇനിഷ്യൽ എന്ന് വിളിക്കുന്നു, ഇന്നർ സെല്ലിനെ പ്രൈമറി ആൻഡ്രഗോണിയൽ സെൽ എന്ന് വിളിക്കുന്നു. ഇനി സംഭവിക്കുന്നത് വെച്ചാൽ ഈ ജാക്കറ്റ് സെല്ല് ഇനി ഇത്തരം പെരിക്ലൈനൽ ഡിവിഷന് വിധേയമാകത്തില്ല. ജാക്കറ്റ് സെല്ല് ഇനി ആന്റിക്ലൈനൽ ഡിവിഷന് നടക്കത്തുള്ളൂ. ഇങ്ങനെ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ ഒരു സിംഗിൾ ലെയർ സെല്ല് മെനി സെൽസ് ഇൻ സിംഗിൾ ലെയർ എന്ന കണ്ടീഷൻ വരും. എന്നാൽ അകത്ത് ആൻഡ്രഗോണിയൽ ഇനിഷ്യൽ നിരവധി ഡിവിഷൻസിന് വിധേയമായി മാസ് ഓഫ് സെൽസ് ഉണ്ടാകും. ഓർത്തിരിക്കുക,
ഈ ജാക്കറ്റ് ആണ്. ഇതാണ് ആൻഡ്രഗോണിയൽ സെൽ ഡിവൈഡ് ചെയ്തുണ്ടായ സിംഗിൾ ലെയർ ജാക്കറ്റ്. ഇതിനകത്ത് ആൻഡ്രഗോണിയൽ സെൽസ് എല്ലാ പ്ലെയിനിലും ഡിവൈഡ് ചെയ്ത് മാസ് ഓഫ് സെൽസ് ഉണ്ടാവും. അടുത്ത ഘട്ടത്തിൽ ജാക്കറ്റ് സിംഗിൾ ലെയർ ആയിട്ട് തന്നെ നിൽക്കും, പക്ഷെ അകത്തുള്ള ആൻഡ്രഗോണിയൽ സെൽസ് പരസ്പരം സെപ്പറേറ്റ് ചെയ്ത് സിംഗിൾ യൂണിറ്റ്സ് ആയിട്ട് മാറിയിട്ട് അതിനകത്ത് ഈ ഫ്ലാജെല്ലയൊക്കെ ഡെവലപ്പ് ചെയ്ത് സ്പൈറലി കോയിൽഡ് ഫ്ലാജെല്ലേറ്റ് ആന്തറോസൂയിഡ്സ് ആയിട്ട് മാറും. എന്നിട്ട് ഇത് സ്ലിറ്റ് വഴി ഇതിനകത്തോടെ പുറത്തേക്ക് വന്ന് സ്വിം ചെയ്യും. ഇതാണ് ആന്തറോസൂയിഡ്സ്. അപ്പോൾ ദേ ആർ സ്പൈറലി കോയിൽഡ് ആൻഡ് മൾട്ടി ഫ്ലാജെല്ലേറ്റ്. ദേ ആർ ഫോംഡ് ഫ്രം ദ ആൻഡ്രഗോണിയൽ സെൽസ് ഇൻ ദ ആന്ത്രൈഡിയം. The wall of the antheridium is known as the jacket, which is formed from a jacket initial from a single cell which undergo a periclinal division in the first stage. Clear അല്ലേ? പക്ഷേ പരീക്ഷയ്ക്ക് ഈ പോർഷൻ വേണ്ട. സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടി എവിടെ നിന്നാണ് ഈ ആൻഡ്രഗോണിയം അല്ലെങ്കിൽ ആന്ത്രോസൂയിഡ്സ് വരുന്നത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഈ ഡെവലപ്മെന്റൽ സ്റ്റേജിന്റെ ആവശ്യം നമുക്കില്ല പഠിക്കാൻ, എങ്കിലും മനസ്സിലാക്കിയിരിക്കുക ഇതിനകത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന്റെ സർഫസിൽ നമ്മൾ ഡയഗ്രാം കണ്ടല്ലോ, കണ്ടില്ലേ? ഈ ഇരിക്കുന്നതാണ് അല്ലേ, ഇതിരിക്കുന്നതാണ് ആന്ത്രൈഡിയം. ആന്ത്രൈഡിയത്തിനകത്ത് നമുക്ക് ഡെവലപ്പിംഗ് ആന്ത്രോസൂയിഡ്സ് കാണാൻ പറ്റും. അതുപോലെ നമുക്കിനി ആർക്കിഗോണിയത്തിലേക്ക് പോകാം. ആർക്കിഗോണിയം ഈസ് ഓൾസോ ഡെവലപ്ഡ് ഫ്രം എ സിംഗിൾ സൂപ്പർഫിഷ്യൽ സെൽ, ആർക്കിഗോണിയൽ ഇനിഷ്യൽ ഓഫ് ദ പ്രോതാലസ്. The initial cell undergo periclinal division, നേരത്തെ പറഞ്ഞ പോലെ parallel to the surface. ഒരു ഔട്ടർ പ്രൈമറി കവർ സെൽ ആൻഡ് ആൻ ഇന്നർ സെൻട്രൽ സെൽ, രണ്ട് സെൽസ് ഫോം ചെയ്യുന്നു. The anticlinal division followed by periclinal division of the outer cover cell produces a long projecting neck arranged in 4 vertical rows of the cells with 4 to 6 cells in each row. അല്ലേ? അപ്പോൾ ആ ഔട്ടർ ജാക്കറ്റ് എന്ന് പറയുന്നത് ഒരു നെക്കായിട്ടാണ് മാറുന്നത്. ഷേപ്പ് കാണുന്നത് മനസ്സിലാവും. The central cell divides transversely to form an upper primary neck canal cell and a lower primary venter cell. The nucleus of the primary neck canal cell divides to form 2 neck canal cell nuclei, and generally this division is not accompanied by wall formation, so that it is a binucleate cell. The primary venter cell, venter, venter cell divides transversely to produce a large egg and a സ്മോൾ വെൻട്രൽ കനാൽ സെൽ. ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഏതൊക്കെയുണ്ട്? കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം. ഡെവലപ്മെന്റ് വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ നമ്മൾ 2-3 തരം സെല്ലിനെ പറ്റി പറയും. ഒന്ന് നെക്ക് കനാൽ സെൽ, പിന്നെ നെക്ക് സെൽ. രണ്ടും രണ്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കുക അല്ലേ? ഒരു ജാക്കറ്റ് പെരിക്ലൈനൽ ഡിവിഷൻ നടന്ന് ഔട്ടർ പ്രൈമറി കവർ സെല്ലും ഇന്നർ സെൻട്രൽ സെല്ലുമാണ് ഉണ്ടാകുന്നത്. ഈ പ്രൈമറി കവർ സെല്ലിന്റെ പെരിക്ലൈനൽ ഡിവിഷൻ വഴി ഔട്ടർ സെൽ പ്രൊഡ്യൂസസ് എ ലോങ് പ്രൊജക്റ്റിംഗ് നെക്ക് അറേഞ്ച് ഇൻ 40 വെർട്ടിക്കൽ റോസ്. അതുപോലെ അതിനകത്തുള്ള സെൽസ് നമ്മൾ നെക്ക് സെൽസ് എന്നാണ് വിളിക്കുക. ഈ സെൻട്രൽ സെല്ല് ഡിവൈഡ് ചെയ്താണ്, ട്രാൻസ്വേഴ്സ്ലി ഡിവൈഡ് ചെയ്താണ് അപ്പർ പ്രൈമറി നെക്ക് കനാൽ സെൽ ഉണ്ടാകുന്നത്. താഴെ ഉള്ളത് വീണ്ടും ഡിവൈഡ് ചെയ്ത് എഗ് സെല്ലും വെൻറ്റർ കനാൽ സെല്ലുമായിട്ട് മാറും. അപ്പോൾ നെക്കും നെക്ക് കനാലും വെൻറ്ററും വെൻറ്റർ കനാലും ഈ 2 തരത്തിലുള്ള സെൽസ് നമുക്ക് കാണാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഡയഗ്രാം നമുക്ക് കാണാൻ മനസ്സിലാവും. ഈ നടുക്ക് കാണുന്നതാണ് നെക്ക് കനാൽ സെൽ. അത് ബൈന്യൂക്ലിയേറ്റ് ആണ്. കാര്യം അവസാനത്തെ ഡിവിഷനിൽ ഇവിടെ സെൽ വാൾ ഫോർമേഷൻ നടക്കുന്നില്ല. 2 ന്യൂക്ലിയസ് ഇവിടെ കാണാൻ പറ്റും എന്നാണ് നമ്മൾ പറഞ്ഞത് ലാസ്റ്റ്. നെക്ക് കനാൽ സെൽ എന്ന് പറയുന്നത് ഈ ഔട്ടർ ലെയറിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ്. ഔട്ടർ ലെയർ അല്ലെങ്കിൽ ഫസ്റ്റ് പെരിക്ലൈനൽ ഡിവിഷൻ നടന്ന് ആദ്യത്തെ സെല്ലിൽ നിന്ന് ഔട്ടർ സെല്ലിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അത് നെക്ക് സെൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പുറമേയുള്ള പെരിഫറിയിൽ കാണുന്നത് നെക്ക് സെൽസും അകത്തിരിക്കുന്നതാണ് നെക്ക് കനാൽ സെൽ. അതുപോലെ തന്നെ ഈ സ്ട്രക്ചർ, ഈ ഔട്ടർ മോസ്റ്റ് ഈ കാണുന്നതാണ് നമ്മൾ വെൻറ്റർ കനാൽ സെൽ എന്ന് പറയുന്നത്. വെൻറ്റർ എന്ന് പറയുന്നത് നടുക്കിരിക്കുന്ന സെൽ എന്നാണ് പറയുന്നത് വെൻറ്റർ കനാൽ സെൽ എന്നാണ്. അപ്പോൾ വെൻറ്റർ കനാൽ സെല്ല് തൊട്ട് മുകളിലും എഗ് സെല്ല് തൊട്ട് താഴെയായിട്ട് കാണാം. ഇതാണ് ഫൈനൽ സ്ട്രക്ചർ. ശരിക്കും ഈ സ്ട്രക്ചർ മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി. ഡെവലപ്മെന്റ് നിങ്ങൾക്ക് ആവശ്യമില്ല.
പക്ഷേ ഈ സ്ട്രക്ചറിലേക്ക് എത്തുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന് നോക്കുക. അതായത് നമ്മുടെ പ്രോത്താലസിൻ്റെ സർഫസിലുള്ള ഒരു സെല്ല്, ഇതുപോലുള്ള ഈ സർഫസിലുള്ള ഒരു സെല്ല്, ആ ഒരു സെല്ല് ആർക്കിഗോണിയിൽ ഇനിഷ്യലായിട്ട് മാറുന്നു. ആർക്കിഗോണിയിൽ ഇനിഷ്യലായിട്ട് മാറിയിട്ട് അത് ഫസ്റ്റ് ഡിവിഷൻ ഈസ് പെരിക്ലൈനൽ ഡിവിഷൻ, form an inner cell known as the central cell and outer cell known as the primary cover cell. ഈ പ്രൈമറി കവർ സെല്ല് നേരത്തെ നമ്മൾ ആന്തരികത്തിൽ കണ്ടതുപോലെ പല ഡിവിഷൻസ് നടന്നാണ് നെക്കായിട്ട് മാറുന്നത്. ഈ സെൻട്രൽ സെല്ല് ഡിവൈഡ് ചെയ്ത് ഒരു നെക്ക് കനാൽ സെല്ലും ഒരു വെൻഡർ സെല്ലും ആയിട്ട് മാറും. അപ്പോൾ അകത്തൊരു സെല്ലായി, താഴെ ഒരു സെല്ലായി, പുറത്ത് നെക്ക് സെൽസുമായി. ഇത് ഉണ്ടായത് എവിടുന്ന? ഈ ഫസ്റ്റ് ഡിവിഷനിൽ നിന്നാണ്. അപ്പോൾ ഈ താഴത്തെ സെല്ലാണ് എന്തായിട്ട് മാറുന്നത്? വെൻഡർ സെല്ലായിട്ട് മാറുന്നതും നെക്ക് കനാൽ സെല്ലായിട്ട് മാറുന്നതും. എന്നാൽ ഈ പുറമേ ഉള്ള സെല്ലാണ് ആൻറ്റിക്ലൈനൽ ഡിവിഷൻ വഴി നെക്ക് സെൽസ് ആയിട്ട് മാറുന്നത്. നെക്ക് കനാൽ അല്ല, നെക്ക് സെൽസ്, പെരിഫറിയിലുള്ള സെൽസ് ആയിട്ട് മാറുന്നത്. ഇനി ഈ പ്രൈമറി വെൻഡർ സെല്ല് വീണ്ടും ഡിവൈഡ് ചെയ്ത് എന്താണ് നമുക്ക് ഈ അകത്തുള്ള പ്രൈമറി നെക്ക് കനാൽ സെല്ല് വീണ്ടും ഡിവൈഡ് ചെയ്ത് നെക്ക് കനാൽ ന്യൂക്ലിയ ആയിട്ട് മാറുന്നു. കാരണം ഈ പ്രൈമറി നെക്ക് കനാൽ സെല്ല് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ വാൾ ഫോർമേഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് നെക്ക് കനാൽ സെല്ലായിട്ട് മാറുന്നു. ആ നെക്ക് കനാൽ സെല്ല് ബൈന്യൂക്ലിയേറ്റ് ആണ്. താഴെ നമുക്ക് പ്രൈമറി വെൻഡർ സെല്ലുണ്ട്. ഈ വെൻഡർ സെല്ല് വീണ്ടും താഴെയുള്ള പ്രൈമറി വെൻഡർ സെല്ല് എന്ന് പറയുന്ന സെല്ല്, ആ സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു വെൻഡർ കനാൽ സെല്ലും ഒരു എഗ് സെല്ലും ആയിട്ട് മാറും. അപ്പോൾ ഈ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ സീക്വൻസ് കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് പിക്ചർ നോക്കി മനസ്സിലാക്കി എവിടെ നിന്നാണ് എങ്ങനെയാണ് വന്ന് ഈ സ്ട്രക്ചർ ഫോം ചെയ്തത് മനസ്സിലാക്കുക. ഈ ഡയഗ്രാം മാത്രം വരച്ച് പഠിച്ച് ലേബൽ ചെയ്യാൻ മനസ്സിലാക്കിയിരിക്കുക. പരീക്ഷയ്ക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആർക്കിഗോണിയൽ ഡെവലപ്മെൻറ്റ് ഇൻ സൈലോട്ടം ചോദിച്ചാൽ ഈ ഡയഗ്രാം മാത്രം വരച്ച് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടി ഈ സീക്വൻസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഇത് പഠിക്കണമെന്നില്ല, കണ്ട് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് വരച്ച് ഓർമ്മയിൽ വെച്ചേക്കാം. സോ ബോത്ത് ദ സ്ട്രക്ചേഴ്സ് ആർ ഡെവലപ്ഡ്. ആന്ത്രീഡിയത്തിൽ നിന്ന് നമുക്ക് ആന്ത്രോസൂയിഡ്സ് ഉണ്ടായി, ആർക്കിഗോണിയത്തിൽ നിന്ന് എക്സെല്ലും ഉണ്ടായി. ഇനി ഇതിൻ്റെ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സാണ്. അറ്റ് മെച്യൂരിറ്റി ദ സെൽ വാൾ ഓഫ് ദ ലോവർ ടയർ ഓഫ് നെക്ക് സെൽസ് ബിക്കം തിക്ക് വാൾഡ് ആൻഡ് ക്യൂട്ടിനൈസ്ഡ്. താഴെയോട്ടുള്ള സെല്ല്, അതായത് ഈ താഴേക്കുള്ള സെല്ല് ക്യൂട്ടനൈസ്ഡും തിക്ക് വാളും ആവും. മുകളിലായിട്ടുള്ളത് തിൻ വാൾഡ് ആയിട്ട് നിൽക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുറിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. അറ്റ് മെച്യൂരിറ്റി ദ സെൽ വാൾ ഓഫ് ലോവർ ടയർ ഓഫ് നെക്ക് സെൽസ് ബിക്കം തിക്ക് വാൾഡ് ആൻഡ് ക്യൂട്ടനൈസ്ഡ്. ദ അപ്പിക്കൽ ടയർ however breaks away in the presence of water and the mucilaginous content of the neck cells are released. അതായത് ഈ നെക്കിൻ്റെ താഴോട്ടുള്ള സെൽസ് തിക്ക് വാൾഡ് ആയിട്ട് നിൽക്കും. മുകളിലോട്ടുള്ള ഭാഗം വെള്ളം തട്ടുമ്പോൾ അങ്ങ് മുറിഞ്ഞു പോകും. മുറിഞ്ഞു പോയിട്ട് ഇതിനകത്തുള്ള മ്യൂസിലേജ് ഒക്കെ പുറത്തേക്ക് വന്ന് റിലീസ് ചെയ്ത് ഇവിടെ ഒരു ഓപ്പണിങ്ങുമായിട്ട് നിൽക്കും. ഇനി എന്ത് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെക്ക് കനാൽ സെല്ലും അങ്ങ് ഡിസോൾവ് ചെയ്ത് പോകും. mucilaginous cell breaks away in presence of water and the mucilaginous contents of the neck canal cells. നെക്ക് കനാൽ സെല്ല് നമ്മൾ കണ്ടു, എന്താണ് ബൈന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള ഒരു സെല്ലാണ്. ആ സെല്ലിലെ മ്യൂസിലേജ് പുറത്തേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മുകളിലുള്ള ഭാഗം മുറിഞ്ഞു പോയി, നടുക്ക് ഈ നെക്ക് കനാൽ സെല്ലിലെ മ്യൂസിലേജ് പുറത്ത് ചാടി അങ്ങനെ ഒരു കനാല് ഫോം ചെയ്തു. അപ്പോൾ ഒരു സ്പേസ് ഓർ പാസേജ് ഈസ് ഫോം. ഈ പാസേജ് വഴിയാണ് ആന്ത്രോസോയിഡ് അകത്തേക്ക് കയറുന്നത്. അകത്തേക്ക് കയറിയിട്ട് ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ബൈ ദ യൂണിയൻ ഓഫ് എ മൾട്ടിഫ്ലാജുലേറ്റ് സ്പേം ആൻഡ് എഗ്. ഒരു ആന്ത്രോസോയിഡ് എന്ന് പറയാം, ആന്ത്രോസോയിഡ് സ്പേം തന്നെയാണ്. അതകത്തേക്ക് ഈ മുകളിലത്തെ നെക്ക് സെൽസ് ഡിസോൾവ് ചെയ്ത് നെക്ക് കനാൽ സെല്ലിലെ മ്യൂസിലേജ് പുറത്ത് വന്നുണ്ടായ പാസേജിലൂടെ ഈ മൾട്ടിഫ്ലാജുലേറ്റ് സ്പേം അകത്ത് കയറുകയും എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുകയും ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുകയും ചെയ്യും. ദിസ് ഈസ് ദ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഈ സ്ട്രക്ചർ ആദ്യ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുമെങ്കിലും ഈ ഭാഗം അങ്ങ് മുറിഞ്ഞു പോകും. ഈ നെക്ക് കനാൽ സെല്ലിലെ കണ്ടന്റ് എല്ലാം കൂടി മ്യൂസിലേജ് ആയിട്ട് പുറത്ത് വരും.
അങ്ങനെ ഇവിടെ ഒരു പാസേജ് ഫോം ചെയ്യും. ഇതുവഴി നമ്മുടെ ആന്ത്രോസൂട്ട് അകത്ത് കയറും. വെൻട്രൽ കനാൽ സെല്ലും ആ സമയം ഡിസോൾവ് ചെയ്തിട്ട് മ്യൂസിലേജിൻ്റെ ഭാഗമായിട്ട് മാറും. അകത്തുള്ള എഗ് സെല്ലുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും. സോ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഡിപ്ലോയിഡ് സൈഗോട്ടിൽ നിന്നാണ് സ്പോറോഫൈറ്റിക് ജനറേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ സ്പോറോഫൈറ്റിക് ജനറേഷൻ്റെ മദർ സെൽ എന്ന് പറയുന്നത് ഈ ഡിപ്ലോയിഡ് സൈഗോട്ടാണെന്ന് പറയാം. ദ സൈഗോട്ടിൻ്റെ ഡിവിഷനും പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കുക. ഒരു പ്രത്യേകതയുണ്ട്. ദ ഫസ്റ്റ് ഡിവിഷൻ ഓഫ് സൈഗോട്ട് ഈസ് ട്രാൻസ്വേഴ്സ് ഫോമിങ് ആൻ ഔട്ടർ എപ്പിബേസൽ സെൽ. ബേസലാണ് BASAIL. Basal cell directed towards the neck of the archegonium and an inner hypobasal cell directed towards the base of the archegonium. ഡയഗ്രം കാണാം. അതായത് ഇതാണ് സൈഗോട്ട്. ഈ സൈഗോട്ട് ഒരു ഡിവിഷൻ ഇങ്ങനെ നടന്നിട്ട് പുറത്തേക്ക് ഒരു എപ്പിബേസൽ സെല്ലും അകത്തേക്ക് ഒരു ഹൈപ്പോബേസൽ സെല്ലും ഉണ്ടാവുന്നു. അപ്പോൾ ദ അപ്പിക്കൽ എപ്പിബേസൽ സെൽ ultimately gives rise to the sporophytic branch system, aerial system, while the lower hypobasal produce the foot. This type of embryogeny, where the shoot forming apical cell is directed outward towards the neck of the archegonium, is known as exoscopic mode of embryo development. പരീക്ഷയ്ക്ക് എക്സോസ്കോപ്പിക് മോഡ് ഓഫ് ഡെവലപ്മെന്റ് എന്നാണെന്ന് ചോദിക്കില്ല, എങ്കിലും നിങ്ങൾ ലൈഫ് സൈക്കിളോ സെക്ഷൽ റിപ്രൊഡക്ഷനോ ഒക്കെ എഴുതുമ്പോൾ ഈ ഒരു പോയിന്റ് എഴുതി വെക്കുക, മാർക്ക് കിട്ടാനുള്ളതാണ്. കാരണം അവിടെ ഇതൊരു പ്രത്യേകതയാണ്. എൻ്റെ കമ്പാരിറ്റീവ് ഫൈലോജനി പഠിക്കുന്നതൊക്കെ എൻ്റെ വ്യത്യാസം മനസ്സിലാവും. നമ്മൾ അടുത്ത ടൈപ്പുകൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. എന്തായാലും ഈവൻ ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ്. വൺ ഈസ് നോൺ ആസ് ദ ഫുട്ട്. അല്ലെ, നമ്മൾ ബ്രയോഫൈറ്റ് പഠിക്കുമ്പോഴും ഫുഡിൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഫ്രം ദ ഗാമറ്റോഫൈറ്റ്. ആ ഒരു പോർഷൻ പ്രത്യേകവും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പിന്നീട് വളരേണ്ട സ്റ്റെം, അതായത് ഫോട്ടോസിന്തറ്റിക് ആയാലും സബ്റ്ററേനിയൻ ആയാലും ഇൻഡിപെൻഡൻറ്റ് പ്ലാന്റ് ആയിട്ട് മാറുമ്പോൾ ഗ്രോ ചെയ്യാനുള്ള സെല്ലും സെപ്പറേറ്റ് ആയി മാറുന്നു. ഫസ്റ്റ് ഡിവിഷൻ ഓഫ് ദ സൈഗോട്ട് ഇറ്റ് സെൽഫ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ. സോ ദ ഫുട്ട്, ദ ലോവർ സെൽ ബിക്കംസ് ദ ഫുട്ട് ആൻഡ് ദ ഫുട്ട് ആങ്കേഴ്സ് ദ യങ് സ്പോറോഫൈറ്റ് സെക്യൂർലി ഇൻ ടു ദ ഗാമറ്റോഫൈറ്റ് ആൻഡ് അബ്സോർബ് ന്യൂട്രിയൻസ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദിസ് ഈസ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ a bryophyte or മോസസ്, അല്ലെ. ബ്രയോഫൈറ്റിലെ മോസസിന്റെ കൂട്ടത്തിൽ നിന്ന് ഇതിലുള്ള വ്യത്യാസം ഇതാണ്. അവിടെയും ഫുട്ടുണ്ട്, പക്ഷെ അത് പെർമനന്റ് ആണ്. ടിൽ ദ കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ ഓഫ് സ്പോറോഫൈറ്റ് ഫുഡ് ഈസ് ദെയർ, ബട്ട് ഹിയർ ദ ഫുഡ് ആങ്കേഴ്സ് ദ യങ് സ്പോറോഫൈറ്റ് ടിൽ ദ സ്പോറോഫൈറ്റ് ബിക്കം ഫിസിയോളജിക്കലി ഇൻഡിപെൻഡന്റ്. അത്രയും വരെ ഉള്ളൂ. ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ അപ്പർ സെല്ല് ഡിവൈഡ് ചെയ്ത് സ്പോറോഫൈറ്റ് ടിഷ്യൂ ആയി മാറുകയും ഫോട്ടോസിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതോടുകൂടി പിന്നെ ഗാമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ വരുന്നു. സ്പോറോഫൈറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ജനറേഷൻ. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ ഫുഡ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സെല്ല് സൈഗോട്ടിൽ നിന്ന് ഫസ്റ്റ് സെല്ല് അതിനുവേണ്ടി മാത്രം മാറിയിരിക്കുന്നു, പകുതി അതിനുവേണ്ടി മാത്രം മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു സ്പെഷ്യാലിറ്റിയുമാണ്. അപ്പോൾ അതാണ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് ഓർക്കേണ്ടത്. എംബ്രിയോയിൽ എന്താ ഉള്ളത്? സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് അടുത്ത് പ്ലാന്റ് ആകുന്നു എന്ന് മാത്രമല്ല, ഇങ്ങനെ എഴുതിയാൽ പോരാ എന്നും എംബ്രിയോയുടെ ഡെവലപ്മെന്റിൽ ഫസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ ഒരു പെക്യുലാരിറ്റി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോളുക. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് സൈഗോട്ട് സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഔട്ടർ സെല്ലും ഇന്നർ സെല്ലും ഉണ്ടാകുന്നു. ഈ ഔട്ടർ സെൽ എന്ന് പറയുന്നത് എപ്പിബേസൽ സെൽ എന്ന് പറയുന്നത് ഗ്രോ ചെയ്താണ് ആക്ച്വൽ സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നത്. ഈ ഹൈപ്പോബേസൽ സെൽ എന്ന് പറയുന്നത് സബ്റ്ററേനിയൻ അല്ല, becomes the foot and anchor this plant to the gametophyte surface. ഗാമറ്റോഫൈറ്റിൽ അബ്സോർബ് ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഫുഡും ന്യൂട്രീഷനും അബ്സോർബ് ചെയ്യാനുള്ള ഒരു ടെമ്പററി സ്ട്രക്ചറാണ് ഫുഡ്. പിന്നീട് ഈ എപ്പിബേസൽ സെല്ലിൽ നിന്നുള്ള സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇതിന് പ്രസക്തി ഇല്ലാതാവും, അതൊരു ഇൻഡിപെൻഡൻറ്റ് പ്ലാന്റ് ആയിട്ട് ഗ്രോ ചെയ്യുകയും ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ദിസ് ഇസ് ദ ലൈഫ് സൈക്കിൾ. വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ പ്ലാന്റ്. This is the morphology of sporophyte we have seen. Then the sporangia are developed. Spore mother cells are there which undergo meiosis, and spores are of similar. So they are homosporous. The spore germinate and the gametophytic generation is formed. It is known as the prothallus, which is radially symmetrical in the initial stage, but later the shape may change due to growth of
the gametophyte due to the presence of this apical meristem. On the surface, there are unicellular rhizoids for the absorption. On the surface of the gametophyte, the reproductive structure, antheridia and archegonia are formed. This is the antheridia. This is the archegonium. Antheridia produce the sperms for antherozooids, which are spiral and flagellate. Archegonia produce the egg and the ventral canal cell and neck canal cells. They dissolve, and the upper portion of the neck also break down, and a passage is formed. So the antherozooids enter into the archegonium and fertilize the egg. A zygote is formed. Zygote undergo division, form epibasal cell and hypobasal cell. Epibasal cell develop into the mature sporophyte, while the hypobasal cell help the plant in the initial stage to absorb the nutrients from the gametophyte, which is known as the food. This is the life cycle. So gametophytic generation is there, sporophytic generation is there. Clear? Yes, sir. Phylogeny venda. So we can see this is the LS photograph of a LS of the synangium. You can see two locules inside which the spores are formed. And this is the TS of actual photograph of a synangium with the three sporangia where the spores are released. And this is a macro photograph, where a colored photograph. കളർ കുറച്ച് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്, ഇത്രയും ഭംഗിയൊന്നും കാണില്ല എങ്കിലും നമുക്ക് കാണാം. ദീസ് ആർ ദ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഹെയർസ് ഓൺ ദ സർഫസ് ഓഫ് എ gametophyte generation. So this is the antheridium, and this is the archegonium. This is the appearance when we stage it. So as a whole, we can see the Xylotum is a very primitive pteridophyte, which is can be considered as a living fossil because it's very old and a single representative of the very old period. And there are some similar plants which are not present now but as represented as fossils. One is Rhynia. It is included in your syllabus, in the paleontology syllabus. And another type is Cooksonia. It is also another fossil. Both these are present or were obtained from the early Devonian deposits. ഫോസിലായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ കാണിച്ചെന്തിനാന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ സൈലോട്ടം മാത്രമല്ല ഇതുപോലുള്ളത്, ഇതുപോലെ വേറെ പ്ലാന്റും ഉണ്ട്. പക്ഷെ അതെല്ലാം എവല്യൂഷനിൽ അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് എന്താണ് പറയുക, ഡിസപ്പിയർ ചെയ്ത് പോയി, എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി. അതിൻ്റെ ഫോസിൽ മാത്രമേ ഉള്ളൂ. സൈലോട്ടം എന്ന് പറയുന്നത് ഇപ്പോഴും ലിവിങ് ആയിട്ട് കാണുന്ന ഈ ഗ്രൂപ്പിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. അതാണ് സൈലോട്ടത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫോട്ടോഗ്രാഫ് കാണിച്ചത്. സോ യു ക്യാൻ ആസ്ക് doubts if you have any. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. Any questions? Adabia, are you there? അദബിയ ഇല്ല, ഫോൺ മാത്രമേ ഉള്ളൂ. ആദിത്യ ആർ നായർ? യെസ് സർ. ഉണ്ട്. ഗുഡ്. അക്ഷര? യെസ് സർ. അനീഷ? അനുശ്രീ? അനുശ്രീ ആറം? സർ. ഓക്കെ, സുഖല്ലേ? ഭാവപ്രിയ? യെസ് സർ. കാവ്യ കുഞ്ഞുമോൻ? യെസ് സർ. ലക്ഷ്മി? യെസ് സർ. നാൻസി? യെസ് സർ. പ്രണതി? യെസ് സർ. ശ്രുതി? ശ്രുതി? യെസ് സർ. ഓക്കെ, ശ്രുതി ഉറക്കണിട്ടില്ലല്ലേ? ഓക്കെ, അപ്പോൾ ആരാണ് നമുക്കില്ലാത്ത? അദബിയ കിട്ടായോ? ഓക്കെ, അപ്പോൾ ഞാൻ അന്വേഷിച്ച് പറഞ്ഞുതരാം. അദബിയ 12 പേരാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. വിൽ സി വാട്ട് ഹാപ്പൻ ടു അതേഴ്സ്.
ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. 9 മണി അല്ലേ? കറക്റ്റ് 9 മണിയായി. നമുക്ക് അവസാനിപ്പിക്കാം. സ്വരാജ് എന്നല്ല, ഞാനിപ്പോൾ തുടങ്ങുന്നില്ല. കാര്യം ഇത് കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ഒരു നോട്ട് നിങ്ങളുടേതായ ചെറിയ നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക, പഠിക്കുക. We will see in the next class on Wednesday. Thank you. Thank you, sir.